സംസ്ഥാനത്ത് എല്ലാ താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂമും ദുരിതാശ്വാസ കേന്ദ്രങ്ങളും തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2 ദിവസം കൂടി ശക്തമായ മഴയുണ്ടാകുമെങ്കിലും പ്രളയസമാന സാഹചര്യമില്ല. മലയോര മേഖലകളിലേക്കുള്ള യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതികൾ നേരിടാൻ NDRF സംഘം സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. 2 ദിവസം കൂടി നല്ലതുപോലെ മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചന വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. മഴയുടെ അളവ് കൂടുതലായിട്ടാണ് ഒരേ സമയം പെയ്യുന്നത്. അതിൻ്റെ ചില പ്രയാസങ്ങളുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് എല്ലാ വിധത്തിലും ഈ പ്രവർത്തനങ്ങളെ നേരിടാൻ കഴിയുന്ന വിധത്തിൽ കൺട്രോൾ റൂമുകളും മറ്റത്യാവശ്യ സൗകര്യങ്ങളുമായി നല്ലതുപോലെ ഒരുക്കം നടത്തിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ ജില്ലാ കളക്ടറേറ്റുകൾ, 78 താലൂക്ക് ഓഫീസുകൾ, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സേനയെ മുഴുവൻ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. NDRFിൻ്റെ ടീം ഇപ്പോൾ 9 എണ്ണവും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. 6 ലക്ഷത്തോളം ആളുകളെ വരെ മാറ്റി പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാവുന്ന വിധത്തിൽ നമ്മൾ സജ്ജമാണ്. പക്ഷെ തുറക്കേണ്ട അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ, മുന്നൊരുക്കങ്ങൾ കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു അനിവാര്യത മനസ്സിലാക്കി എങ്ങനെയൊക്കെയുള്ള ഇടപെടൽ നടത്തിയെന്നാണ് റവന്യൂ മന്ത്രി വിശദീകരിച്ചത്. തീർച്ചയായും സുജിയ, മഴ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കനത്ത മഴ ഒരു ദിവസം കൂടി നാളെ രാത്രി വരെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ മഴ മാറും എന്നായിരുന്നു പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വീണ്ടും മഴ മുന്നറിയിപ്പ് വന്നതിനെ തുടർന്ന് 2 ദിവസം കൂടി മഴ ശക്തിപ്പെടും എന്നാണ് പ്രധാനമായും മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ എല്ലാം സജ്ജമായി കഴിഞ്ഞു. 6 ലക്ഷത്തിലധികം പേരെ താമസിപ്പിക്കാൻ വേണ്ട പ്രാഥമികമായ കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം മറ്റു രീതിയിലുള്ള അപകടങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി ദുരന്ത നിവാരണ സേനയും സജ്ജമായിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ശക്തമാകുന്ന മഴയുടെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിൽ തന്നെയാണ് സംസ്ഥാനമുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രാഥമികമായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ചീരാച്ചി ഭാഗത്ത് ചീരാച്ചി വളവിൽ വെച്ച് വലിയൊരു മരം വീഴുകയും 2 കാറുകൾക്ക് മുകളിലാണ് ഈ മരം വീണത്. പക്ഷേ കാറിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപകടം ഒഴിവായി എന്നതാണ് ഒരു ആശ്വാസം. ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ വിവിധ മേഖലകളിൽ ശക്തമാവുന്നുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. വരും മണിക്കൂറിൽ മഴ കൂടുതൽ ശക്തമായാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കുന്ന നടപടിയിലേക്ക് പോകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. സുജയ.